അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് സിറാജുൽ ഹുദ സ്കൂൾ ഓഫ് എക്സലൻസ് ക്യാമ്പസ് ഫെസ്റ്റ് എക്സലൻസിയുടെ വേദിയിൽ ഞാൻ നിങ്ങളുമായി കേരളത്തിൻ്റെ മാറുന്ന കാലാവസ്ഥ, വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറഞ്ഞ വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. മലയാളി ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഭൂമിയോടുള്ള അനീതിക്കും അരുതായ്മകൾക്കും ലാഭമെന്ന സ്വാർത്ഥതയുടെ പിന്നിൽ നിന്ന് പ്രകൃതിയെ തന്നിഷ്ടം വകവരുത്തുന്നതിലൂടെയുമാണ് കേരളീയ കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ പ്രകടമായത്. കുത്തക കമ്പോളങ്ങളുമായുള്ള കരാറുകളിൽ ഒപ്പുവച്ച് രാഷ്ട്രീയ ദിക്ഷാന്തേഹികളടക്കം പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്ന നിരർത്ഥകമായ അവസ്ഥക്കാണ് കേരളം ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കോടികളുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് ജനതക്ക് കൈമാറുമ്പോൾ ഒട്ടും സുസ്ഥിരമല്ലാത്ത നീക്കങ്ങളായി പുതിയ പദ്ധതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 3 കോടി ജനങ്ങളുടെ ജനായത്ത മൂല്യങ്ങളെ പരിഗണിക്കാതെ തകോൽ സ്ഥാനങ്ങളിലിരുന്ന് തിട്ടൂരമിറക്കുന്ന രാഷ്ട്രീയ വക്താക്കൾ കൊച്ചു കേരളത്തെ കീറിമുറിക്കുന്ന ഉടമ്പടികളിലേക്ക് കൈകോർക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2019 പുത്തുമലയിലെയും കവളപ്പാറയിലെയും ദുരന്തം വരുത്തിയ നാശനഷ്ടങ്ങൾ കണ്ടിട്ടും 2020 പെട്ടിമുടിയിലെ പ്രളയത്തിൽ 20 ജീവനുകൾ കേരളത്തിന് നഷ്ടമായിട്ടും 2021 കൂട്ടിക്കൽ ദുരന്തത്തിൽ 214 ജീവിത സ്വപ്നങ്ങളെ തച്ചു തകർത്തിട്ടും ദുർബലമായ ചൂരൽമലയുടെ ഹൃദയം മാന്തി തൊഴിലാളി ജനതയെ വീട് വെക്കാൻ പ്രേരിപ്പിച്ചതും രാഷ്ട്രീയതയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നുള്ള ഒട്ടും നീതപരമല്ലാത്ത ഭൂവിതരണ അജണ്ടകൾ കൊണ്ടാണ്. അടുത്തിടെ ഡൽഹിയിൽ കണ്ട അതിശക്ത ചൂടിനും വരൾച്ചക്കും താളം തെറ്റിയുള്ള മഴയുടെ ആഗമനത്തിനും ചെറുതല്ലാത്ത പങ്ക് മനുഷ്യരുടെ ഭാഗത്തു നിന്നാണ്. എൻവയറോൺമെന്റൽ കോസ്റ്റിൽപ്പെട്ട ഓസോൺ ശോഷണത്തിനും ജലവായു മലിനീകരണത്തിനും ഭരണകൂടം തടയിടേണ്ടത് അനിവാര്യതയാണ്. ഇനിയും ഇത്തരത്തിൽ ഭൂമിയോട് അനീതിപരമായി പെരുമാറുന്നുണ്ടെങ്കിൽ അനധിവിദൂരമല്ലാത്ത ഒട്ടുവളരെ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കും മലയാളികൾ ഇരയാകേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ കേവലം സ്റ്റാറ്റസുകളിലും പോസ്റ്റുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സുന്ദര സുമോഹര താഴ്വേരുകൾ സ്ഥാപിക്കാനും ചിപ്കോ മൂവ്മെന്റുകൾ പോലത്തത് ജീവിത ഭാഗമാക്കാനും ജനങ്ങൾ ജൂൺ 5 ശ്രദ്ധ പുലർത്തണം. മാത്രമല്ല, പ്രകൃതി സംരക്ഷണത്തിന് ഇസ്ലാം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അന്ത്യനാൾ അടുത്തെന്നറിഞ്ഞാലും കയ്യിലെ ചെടി നടണമെന്ന പ്രവാചക പാഠം ഇതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. പ്രകൃതിയോട് കേരളീയ വൈവിധ്യങ്ങളോടും നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി വയനാട് നൽകിയ ഏറ്റവും വലിയ താക്കീതാണ് മുണ്ടക്കൈ ദുരന്തം. ദുരന്തം സംഭവിച്ചിടത്ത് അവൻ മുസ്ലിമല്ലേ, ഇവൻ ഹിന്ദുവല്ലേ എന്ന ക്ലീശേപരമായ ചിന്താഗതികൾക്കപ്പുറം ഇരകളാക്കപ്പെട്ടതൊക്കെ മനുഷ്യരല്ലേ എന്ന മാനവിക വികാരം ശ്രദ്ധേയമായതായിരുന്നു. ഇനിയും ഇത്തരത്തിൽ ദുരന്തങ്ങൾക്ക് കാത്തിരിക്കാതെ മതപാഠങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിയോട് ഇടപെടണമെന്ന് പറഞ്ഞു വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.